അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് ഇപ്പോൾ വിശേഷിപ്പിച്ച് വരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഡ്രഗ് മാഫിയ കേസ്, അങ്ങനെയല്ലോ തെളിവ് നശിപ്പിച്ച് അല്ലെങ്കിൽ തെളിവ് മോഡിഫൈ ചെയ്ത ഒരു കേസ് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഡ്രഗ് മാഫിയ കേസ് എന്ന് പറയുന്നില്ല, തെളിവ് മോഡിഫൈ ചെയ്ത ഒരു കേസ് എന്ന് നമ്മൾ പറയുന്ന അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് പലയിടത്തും വിശേഷിപ്പിച്ച് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമൊന്നും അല്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി നമ്മളിത് ഇപ്പോഴും ഇത്രയും അതിശയപ്പെടേണ്ട ഒരു വലിയ ഇതൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് എന്നുള്ളതാണ്. അത്യാവശ്യം എനിക്ക് ഒരു സംവിധാനങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡായിട്ട് ഇരിക്കുന്നത് കാരണം എനിക്ക് പറയാനുള്ളത്. പലരും ഇത് ഓപ്പണായിട്ട് പറയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീലന്മാരോ അല്ലെങ്കിൽ വന്നൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നവരോ ഭരണത്തിലിരിക്കുന്നവരോ ആരും ഇത് പറയത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവർ പറയുന്നില്ല എന്നുള്ളൂ, ഞാനത് പറയുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു ടൈം ഒരു ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ പുറത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണാണ്. പലപ്പോഴും നമുക്കുള്ള ഒരു അവകാശമോ അധികാരമോ ഒന്നും വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കോ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം എനിക്ക് അവകാശവും അധികാരമുണ്ട്. പിന്നെ ഞാനിത് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്തും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നു, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഇതിവിടെ സ്ഥിരമായിട്ട് നടക്കാറുള്ള കാര്യമാണ്. വ്യാജ തെളിവുണ്ടാക്കൽ, ഉള്ള തെളിവ് നശിപ്പിക്കൽ, തെളിവിനെ ഒന്ന് മോഡിഫൈ ചെയ്യൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന. അപ്പോൾ ഞാൻ ഒരു 2.5 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ പറയുന്ന പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കോടതിയിലും ആവട്ടെ, പോലീസ് സംവിധാനത്തിലും ആവട്ടെ, ഭരണകൂടത്തിലും ആവട്ടെ, ഇതിലെല്ലാം സ്ഥിരമായിട്ട് വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ നടന്നു വരുന്നതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ വന്ന ഒരു തെളിവിനെ അത് വേറൊന്നാക്കിയല്ലോ, ഇത് ഫിറ്റല്ല എന്നുള്ള രീതിക്ക് ആക്കിയല്ലോ. അപ്പോൾ അതേപോലെ എൻ്റെ വിഷയത്തിൽ ഈ പറയുന്ന എങ്ങനെ ഇവരെന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ പറയാം. 1-2 എക്സാമ്പിൾ പറയാൻ ഇഷ്ടം പോലുണ്ട്. എണ്ണി പറയാനുള്ളതുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ പറഞ്ഞ് തീരൂല. അതുകൊണ്ട് ഞാനൊരു 1-2 പറയാം. അതായത് അത് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു മൊഴി കൊടുത്തിരുന്നു. ജാനുവരി 2024 ജാനുവരി 21 എൻ്റെ താലി കൈക്കലാക്കി എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് ബോധമൊക്കെ പോയി. എൻ്റെ ബാഗും ബോധം പോയ സമയത്തിൽ എൻ്റെ ബാഗ്, ഫോണ്, ഈ പറയുന്ന താലിയൊക്കെ എടുത്തിട്ട് ഒരു ടീം പോയി. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എനിക്ക് ബോധം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വച്ചിട്ട് ബഹളമായിട്ട് പോലീസിനെ വിളിച്ചു. അതിനുശേഷം എനിക്ക് ഈ പറയുന്ന താലി കൊണ്ട് തന്നു, ബാഗും കൊണ്ട് തന്നു. ഫോൺ വന്ന് നശിപ്പിച്ചിരുന്നു. ഫോൺ നശിപ്പിച്ചത് വെറുതെ അവർക്കൊരു ചുമ്മാ ഇരുന്നപ്പം ഒന്ന് നശിപ്പിക്കണമെന്ന് തോന്നി നശിപ്പിച്ചതാണെന്നാണ് പോലീസുകാരുടെ കണ്ടെത്തൽ. വെറുതെ ഉപ്പുവെള്ളം ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഉപ്പുവെള്ളം ഒഴിച്ച് എനിക്ക് ബോധം പോയ ആ സമയത്ത്, എനിക്ക് ബോധം വരുന്നതിനും ഇടയ്ക്കുമായിട്ട് ഒരു 11:30 ആ സമയത്താണ് ബോധം പോകുന്നത്. 11:30 ആയിരിക്കും ഏകദേശം. അതിൽ നിന്ന് എനിക്കൊരു 1 മണി 1:30 എനിക്ക് ബോധം വന്നു. അപ്പോൾ ഈ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഇവർക്ക് ടൈം പാസ് ആകാതെ അവർ ചുമ്മാ ഫോണിൽ ഈ പറയുന്ന പോലെ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കളിച്ചതാണ്, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ കളിച്ച ഒരു കേസുണ്ട്. ഇപ്പം ഇതിൽ 4 പേരെ പോലീസ് വന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 പേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. പല സ്ഥലങ്ങളിൽ, കേരളത്തിലും പല സ്ഥലങ്ങളിലുള്ള ഒരാളാണ്. ഒരാൾ US നിന്ന് വന്ന ആളാണ്. ഈ ഒരു കർത്തവ്യം ചെയ്യാനായിട്ട് അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു. അതായത് 21/1/2024. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്ന് ഞാൻ 2 പരാതി കൊടുത്തിരുന്നു. മ്യൂസിയം സ്റ്റേഷനിലും വഞ്ചിയൂർ സ്റ്റേഷനിലും, നമ്മുടെ ഹീറോ ആയിട്ടുള്ള വഞ്ചിയൂർ സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തിരുന്നു. ഇത് അന്നേ ഈ സ്റ്റേഷൻ ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് അതായത് അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ് ഒരു ഇത്. എന്നുവെച്ചാൽ എല്ലാ സ്റ്റേഷനും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ നോട്ടബിളായിട്ടുള്ള വഞ്ചിയൂർ സ്റ്റേഷനിലും കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ ഇൻസിഡൻറ്റ് നടന്നത് ആ ഒരു ജുറിഡിക്ഷനിലാണ്. സെയിം ടൈം ഞാൻ വന്ന് മ്യൂസിയം സ്റ്റേഷനിലും ഞാൻ കൊടുത്തിരുന്നു. അതിനുശേഷം മ്യൂസിയം സ്റ്റേഷനിൽ എനിക്ക് 5 മണി മുതൽ 11:30 വരെ എന്നെ പിടിച്ചിരുത്തി. റെസിപ്റ്റ് തരാതെ എന്നെ പിടിച്ച് അനാവശ്യമായിട്ട് അവിടെ പിടിച്ചിട്ട് രാത്രി 11:30 ഞാൻ 100-ന് വിളിച്ച് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത് അതിനുശേഷം അവർ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഞാൻ പരാതി കൊടുത്ത ആളാണ്. ഞാൻ എതിർകക്ഷിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ പരാതി കൊടുത്ത ഒരാളാണ്. എനിക്ക് റെസിപ്റ്റും തരാതെ എന്നെ പിടിച്ചിരുത്തിയിരുന്നത്, ശ്രീയായനെ. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരിട്ട് ഞാൻ പോകുന്ന ആ സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 100-ന് വിളിച്ച് പറഞ്ഞിട്ട് അവർ എന്നെ റിലീസ് ചെയ്തു. എന്നെ വിട്ടു. പരാതി റെസിപ്റ്റും തന്ന് എന്നെ വിട്ടു. അതിനുശേഷം ഞാൻ ഈ പറയുന്ന രാവിലെ DGPക്ക്
അടുത്ത ദിവസം രാവിലെ 22-ാം തീയതി രാവിലെ ഞാൻ പോയി പരാതി കൊടുത്തു. ഇവരിങ്ങനെ നടപടിയൊന്നും എടുത്തിട്ടില്ല, എനിക്ക് ഈ പറയുന്നത് നടപടി വേണമെന്ന് ഞാൻ ഒന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്ത് പിന്നെ ഒരു 20-25 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ പറയുന്നൊരു അന്വേഷണം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. CCTV ഫുട്ടേജ് ഒക്കെ എടുക്കാൻ നമുക്ക് അന്നേരം പറഞ്ഞിരുന്നു. അന്നേരം അവരങ്ങനെ വലിപ്പിച്ചിങ്ങനെ ഇരുന്നു. ഞാനത് ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവരെടുത്തത്. അപ്പോൾ അങ്ങനെ അവർ എൻ്റെ മൊഴി എടുത്തിരുന്നു. മൊഴി എടുത്തു കഴിഞ്ഞപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ 9 പേജുള്ള മൊഴിയാണ് കൊടുത്തത്. ഞാൻ എല്ലാ പേജിലും സൈൻ ചെയ്ത്, അതെനിക്ക് നേരത്തെ ഹാബിറ്റുള്ളതാണ്, എല്ലാ പേജിലും സൈൻ ചെയ്ത് ഈ സൈഡ് താഴെ ഡേറ്റും വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ റെക്കോർഡിലെല്ലാം വന്ന് സൈൻ ചെയ്യുമ്പോൾ ഡേറ്റ് ഇട്ട് ശീലിച്ച് എനിക്ക് ആ ശീലമുണ്ട്. അപ്പോൾ സൈൻ വിത്ത് ഡേറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 9 പേജുള്ള മൊഴി. പിന്നീട് അത് വന്നപ്പോഴത്തേക്കും അതിൽ 8 പേജ് അങ്ങ് കാണാതെ പോയി. 8 പേജ് കാണാതെ പോയി. 2 പേജ് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ എഴുതി വെച്ചതിൽ ഈ പറയുന്ന പല കാര്യങ്ങളും മുങ്ങിപ്പോയി. 9 പേജുള്ള മൊഴിയിൽ 8 പേജ് മാറ്റുക എന്ന് പറയുമ്പോൾ അതിനറിയാമല്ലോ. അപ്പോൾ അതിന് ഞാൻ പരാതി കൊടുത്തിട്ട് എനിക്കൊന്ന് 2 വർഷത്തോളമായി. ഇതേവരെ 2 ഏകദേശം 1.5 വർഷത്തോളമായി. ഞാൻ മാറി ഇതിന് പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒന്നും അവർ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ഒരെണ്ണം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കേസിൽ തന്നെയുള്ള CCTV ഫുട്ടേജ്, 2 CCTV ഫുട്ടേജ് ഉണ്ട്. 2 സ്ഥലത്തുള്ള CCTV ഫുട്ടേജ് ഉണ്ട്. മാള ഫ്രോങ്കിലുള്ള CCTV ഫുട്ടേജ് ഉണ്ട്, ഹോസ്പിറ്റലിലുള്ള. അതായത് ഹോസ്പിറ്റലിൻ്റെ പുറകെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് സെക്യൂരിറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. പോലീസിന് അന്വേഷിച്ചപ്പോൾ 4 പേര് വന്നിട്ടുള്ള പേരുള്ളത്. പക്ഷേ അവിടെ ഒരു വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ് സെക്യൂരിറ്റികൾ പിന്നെ പറഞ്ഞത്. അവർക്ക് പിന്നെ പേടിയായതുകൊണ്ട് അവരുടെ പേര് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ CCTV ഫുട്ടേജ് എടുക്കണമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പം ഇവർ CCTV ഫുട്ടേജ് എടുത്തു. എന്ന് വെച്ചാൽ CCTV ഫുട്ടേജ് നോക്കിയാണ് ഈ 4 പേരുടെ പേര് അവർ എഴുതിയിരിക്കുന്നത്. വെച്ചാൽ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. CCTV ഫുട്ടേജിൻ്റെ അതിൽ നോക്കിയതിലുള്ളത് പോലീസിന് മനസ്സിലായതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ CCTV ഫുട്ടേജ് 2 പേരും കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. അപ്പം എൻ്റെ ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലിൽ 9 പേജുള്ള മൊഴിയിൽ 8 പേജും കാണാനില്ല, ഈ പറയുന്ന CCTV ഫുട്ടേജും കാണാനില്ല. എലി കൊണ്ടുപോയി തോന്നുന്നു. ഇങ്ങനെ ഇഷ്ടംപോലുണ്ട് കഥ, നല്ല രസമുള്ള കഥകൾ. നമ്മുടെ നമ്പർ 1 കേരളത്തിൻ്റെ നമ്പർ 1 പോലീസ് സേനയുടെ കഥകൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്തായാലും എനിക്ക് ഇതിനെല്ലാം മൊത്തത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഇന്ന് നടന്ന കേസ് നിങ്ങൾ ഇത്ര വലിയ അതിശയമായിട്ടൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. പിന്നെ പലർക്കും ഇതറിയില്ല, എന്താ അതിനകത്ത് നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും വന്ന് അന്വേഷിക്കാനും എടുക്കാനല്ല. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു RTA പ്രവർത്തക ആയതുകൊണ്ടും പൊതുപ്രവർത്തക ആയതുകൊണ്ട് ഈ പേപ്പർ വർക്ക് ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അറിയില്ലെങ്കിലും ഞാൻ അന്വേഷിച്ച് അറിയാനായിട്ട് ശ്രമിച്ച് ഞാനത് ഡോക്യുമെൻ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. സ്റ്റിൽ ഇപ്പോഴും വന്ന് അതിന് ഫോറൻസിക് ഇതൊന്നും എടുത്തിട്ടില്ല. ഞാൻ കംപ്ലയിൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത്, അതായത് 2 ടൈമിൽ എഴുതിയത് കണ്ടാൽ തന്നെ അറിയാം. അതായത് ഞാനൊരു ടീച്ചറായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ കോളേജിൽ വരുന്നത്. സോ നമ്മൾ ഈ പറയുന്ന എക്സാംസിനൊക്കെ വന്ന് നമ്മൾ ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. എക്സാംസിന് അസൈൻമെൻറ്റ് ഇതൊക്കെ വന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഹാൻഡ് റൈറ്റിംഗ് വേറെ ആളുടെ ആണെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ജസ്റ്റ് അത് അത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ഒറിജിനൽ അല്ല, നമുക്ക് അതിൻ്റെ RTയുടെ കോപ്പി വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതായത് എത്ര ഒരേ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണെങ്കിലും നമ്മൾ എഴുതി വരുമ്പം ആ എഴുതിയതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത പേജിലോട്ട് വരും. അതിൻ്റെ സ്ട്രോക്കിൻ്റെ ഒരു എന്താ പറയുക പ്രഷറും അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ സൈസും അതൊക്കെ വന്ന് വേറെ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല. തുടങ്ങുന്ന അതുപോലെ ആയിരിക്കില്ല പിന്നെ വരുന്നത്. സോ ഈ 8 പേജ് എഴുതി 9ാമത്തെ പേജിൽ വരുമ്പം ഉള്ള ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കില്ല ഇത്. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളറിയാം ഈ ലൈൻ ടു ലൈൻ വന്നുള്ള ഗ്യാപ്പ്, ലെറ്ററിൻ്റെ സൈസ്, ലെറ്ററിൻ്റെ ഒരു എന്താ പറയുക മറ്റേ പ്രഷറുണ്ടല്ലോ, ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഒറ്റ വ്യൂവിൽ കാണാം. അത്യാവശ്യം ടീച്ചേഴ്സിന് കണ്ടാൽ മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉടായ്പ ഇങ്ങനെയൊക്കെയാണ് പൊക്കുന്നത്. സോ പിള്ളേരുടെ ഉടായ്പൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പൊക്കും. എക്സാം ഹാളിലൊക്കെ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പോഴത്തെ പോലല്ല. അതായത് വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കയറ്റി വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചിരുന്നത്. പണ്ടത്തെ ടെക്നോളജി അത്ര ഇല്ലല്ലോ. അപ്പം
എന്താ പറയുന്നത്. അപ്പം ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കോടതികളിലും ഇത് തന്നെ നടക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന പോലെ പോലീസ് സംവിധാനത്തിലും ജുഡീഷ്യറിയിലും ഭരണകൂടത്തിലും എല്ലാം ഇത് സ്ഥിരം പരിപാടിയാണ്. ഇനി എനിക്ക് തന്നെ എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കിഷ്ടം പോലെ എണ്ണി എനിക്ക് തരാനായിട്ട് എനിക്കിഷ്ടം പോലെ ഈ പറയുന്ന പോലെ എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും എൻ്റെ ഈ പറയുന്ന കേസ് കംപ്ലയിൻറ്റ് നമ്പർ 14621 പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം. RT ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ഫുൾ ഡോക്യുമെൻ്റ് എടുത്തോളൂ. ഞാൻ NOC കൊടുത്തോളാം. അപ്പം പരാതിയുടെ നമ്പർ 14621, ഡേറ്റ് 22/1/2024. അപ്പോൾ ഇതിന് എടുത്ത മൊഴിയിലാണ് ഈ പറയുന്ന സംഭവം വരുന്നത്. അതിന് CCTV കാണാതായത്. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന വിവരാവകാശപ്രകാരം ഈ പറയുന്ന ഡോക്യുമെൻ്റ് എടുക്കാം. അതിനകത്ത് ഈ പറയുന്ന CCTV ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, CCTV ഫുട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ CCTV ഫുട്ടേജ് നോക്കിയതായിട്ടുള്ള തെളിവ് അതിനകത്തുണ്ട്, റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഫുട്ടേജ് ഇല്ല. അതുപോലെ അത് ഫുട്ടേജ് ഇപ്പോൾ മിസ്സിങ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്തപ്പോൾ ലാസ്റ്റ് മിസ്സിങ് ആണ്. അപ്പം അതും ഈ പറയുന്നതിൻ്റെ മൊഴിയും കാണാനില്ല കുട്ടിയിലെ. അപ്പം നിങ്ങൾക്കത് അന്വേഷിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഇവരിതിലൊന്നും നന്നാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോർത്ത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഈ പറയുന്ന പോലീസ് ഇത്രയും മോശമായെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസും ജുഡീഷ്യറിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അത് മോശമായിരുന്നു, പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. അതാണ് സത്യം. സോഷ്യൽ മീഡിയ അന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അപ്പം നമുക്ക് കിട്ടേണ്ട അറിവ് പലതും റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇപ്പം കിട്ടേണ്ട അറിവെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ ഫോണും ഈ പറഞ്ഞ യൂട്യൂബും ഫോണുള്ളവരെല്ലാം വന്ന് ഇപ്പോൾ വ്ളോഗേഴ്സും ഒക്കെ ആയത് കാരണം എല്ലാവരും പറഞ്ഞു ഞാനും. അപ്പോൾ എല്ലാവരും ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വന്ന് ഈ പറഞ്ഞ ഷെയർ ചെയ്തൊക്കെ തരുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇതുവരെ നമ്മൾ അറിയാതെയാണ് ഇരുന്നത്. അപ്പം പുതിയതായിട്ട് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് ഇതാണ്. പണ്ടേ ഈ സിസ്റ്റം ഇങ്ങനെയാണ്.